ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നന്ദിച്ചേട്ടൻ്റെ മത്സരത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഇവർ ഈ ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വീഡിയോ എടുക്കല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് വീഡിയോ എടുക്കുന്നതിനാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് താണ്ട് ഒരുത്തം വന്നിട്ട് ചിക്കൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നേ. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചിക്കൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ താണ്ട് അനിച്ചേട്ടൻ വ്ലോഗിൻ്റെ കാര്യമൊക്കെ എന്തൊക്കെയോ പറയാണ്. അവൻ താണ്ട് ഇവിടെ ചിക്കന് വേണ്ടി അപ്പു വന്ന് ഇപ്പുണ്ട് കേട്ടോ. ഗൈസ്, നമ്മളെ ശില്പ ചേച്ചി ഇന്നിട്ട തേൻ നെല്ലിക്ക. ഇൻഗ്രീഡിയൻസ് പറയേച്ചി. ശില്പ ചേച്ചിക്കാണെങ്കിൽ നാളെ വരുന്നുണ്ട്. ശില്പ ചേച്ചി പറയുന്നത് ശില്പ ചേച്ചി നല്ല ഡ്രസ്സല്ലേ ഇട്ടേക്കുന്നത്, അതിട്ടിട്ടൊക്കെ വീഡിയോയിൽ വരാന്നുണ്ട്. അപ്പം ഞാൻ പതുക്കെ പറയുന്നൊക്കെ ഞാൻ പറയാണ്. ഇത് കണ്ടോ, അബിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ആണ് കേട്ടോ. ആ ഇരിക്കുന്ന കുട്ടിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ, ശില്പ ചേച്ചിയുടെ മോനാണ് അബിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ ആണ് കേട്ടോ അത്. അപ്പോൾ അവൻ്റെ സ്കൂളിലെ ഫോട്ടോസും പിന്നെ ഈ കാണുന്ന ബോട്ടിലാട്ടൊക്കെ ശില്പ ചേച്ചിയുടെ കേട്ടോ. ശില്പ ചേച്ചി വലിയ കലാകാരിയാണ്. അപ്പോൾ ചേച്ചി ചെയ്ത കുറേ ബോട്ടിലാർട്സ് ആണ് ഇതൊക്കെ. പണ്ട് കൊറോണ ടൈമിൽ ഇതൊക്കെയായിരുന്നു ചേച്ചിയുടെ പരിപാടി. ആൻഡ് അവൻ്റെ 10th ഇതാണ് കേട്ടോ, ഫോട്ടോ ആണ്. അവനിപ്പോൾ 10th കഴിഞ്ഞിട്ടിരിക്കുകയാണ്. റിസൾട്ടൊക്കെ വന്നിട്ട് അതും നോക്കി പുറത്തോട്ട് ചെന്നപ്പോഴാണ് ദാണ്ടേ പുറത്തൊരു കാഴ്ച കണ്ടത്. ലവന്മാരെല്ലാം കൂടി ഇരുന്ന് കാര്യം പറയാണ് കേട്ടോ. ഇത് എക്കോയാടേ, ഇവന്റെ എക്കോയാ അത്. ഇവന്മാരെ തള്ളി കേൾക്കുന്ന അപ്പു മെയിൻ തള്ളിസ്റ്റ്, സബ് തള്ളിസ്റ്റ്. ഏയ് ഇങ്ങനെയാണ് ഇതേ. ഏയ് ഏയ് ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. ശില്പ ചേച്ചി അങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇനി നമ്മൾ നന്ദിച്ചേട്ടൻ അങ്ങോട്ടേക്ക് പോവാണ്. കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ പൂട്ടി ഇറങ്ങുകയാണ്. മാങ്ങയാണോ? നീ കവറിലോട്ട് ഇട്. കേടായതാണോ ദൈവത്തിനറിയാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കേക്കെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചോക്ലേറ്റ് ഉണ്ട്, ഇതിലാണ് ശ്രീഹാന്റെ നോട്ട് മൊത്തം. ഞാൻ വന്നപ്പോൾ തൊട്ട് മിനു ചോക്ലേറ്റ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് തരാമെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. അങ്ങനെ ദാണ്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ്. ദൈവമാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ സെയിം പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ദാണ്ട് ആ കത്തിക്ക് വേണ്ടി അടികൂടുകയാണ്. അവസാനം ആരോ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മുഖം ചേഞ്ച് ആയതാണ്. അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ 7 years ആയിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 പിള്ളേരുമായി. ശ്രീഹാൻ ഇപ്പം 1ാം ക്ലാസ്സിലേക്കാണ്. അവനിപ്പോൾ സിദ്ധാർത്ഥ ആണ് പഠിക്കുന്നത്. ഇളയത് പ്ലേ സ്കൂളിലാണ് കേട്ടോ. അങ്ങനെ 2 പേരായിട്ടുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് കേക്ക് കട്ട് ചെയ്ത് അവന്മാർക്ക് കേക്കിലാണ് കേട്ടോ. കാരണം അവിടെ ചേച്ചിക്ക് കേക്ക് കൊടുക്കണ്ടേ, അവന്മാർ കേക്കിന് വേണ്ടി പിടിയാണ്. ശ്രീഹാൻ അവിടെ കേക്ക് അവനുള്ളത് കട്ട് ചെയ്ത് തുടങ്ങി. അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആനിവേഴ്സറി ഒക്കെ പാടിയിട്ട് കട്ട് ചെയ്തു. കേക്ക് റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. ശില്പ ചേച്ചിയാണ് കേക്ക് ഉണ്ടാക്കിയത്. എല്ലാ വീട്ടും ഇവരുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ നടന്നാലും ശില്പ ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. ചേച്ചി പുറത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, കുണ്ടറ ഭാഗത്തുള്ളവരാണെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്താൽ മതി. കേക്ക്സ് ഔട്ട് എന്നാണ് ചേച്ചിയുടെ പേജിൻ്റെ പേര്. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ താണ്ട് അതിൻ്റെ ഇടയ്ക്ക് TV-യിൽ എന്തോ കാണുകയാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിക്കാനുള്ള അടുത്ത പരിപാടി നമ്മൾ ഫുഡ് കഴിക്കാനല്ല. അങ്ങനെ എല്ലാവരും ഇരുന്നപ്പോഴാണ് എനിക്ക് സീറ്റില്ല ഗൈസ്. അങ്ങനെയാണ് തൻ്റെ ശ്രീഹാനെ അപ്പു നൈസിനെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ വന്നിരുന്ന മോനെ നമുക്ക് ഒരുമിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്നെ ഇരുത്താൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവന് അവിടെ ഒരു സീറ്റ് കൊടുത്തു, എവിടെയോ കൊടുത്തു, തറയില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കായിരുന്നു. അപ്പോൾ നന്ദിച്ചേട്ടൻ പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ട് എടുക്കണ്ടേ. അഞ്ചേട്ടൻ നന്ദിച്ചേട്ടനെ കാണിക്കാം. അപ്പോൾ നന്ദിച്ചേട്ടൻ പറയും, ഇതിട്ടാൽ മതി കേട്ടോ, ഞാൻ ആക്ട് ചെയ്യാം. അതുകൊണ്ട് പതുക്കേക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിടാൻ പറഞ്ഞിട്ടാണ്. ആ ചിരി കണ്ടില്ലേ. അങ്ങനെ റൈസും നൂൽ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. നൂൽ പൊറോട്ട കഴിച്ചെൻ്റെ വയറ് വീങ്ങി, എനിക്കൊന്നും കഴിക്കാൻ പറ്റണില്ലായിരുന്നു. ഇച്ചിരി കഴിച്ചപ്പോൾ തന്നെ മതിയായി. പിന്നെ അപ്പൂൻ്റെ അടുത്ത് എന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഈ പറയുന്നത് ചോദിച്ചാൽ അറിയില്ല. പിന്നെ ഞങ്ങൾ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ, വീഡിയോ ഫോട്ടോ. പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചറ്റ വൈബൈയൊക്കെ പറഞ്ഞ് ഇറങ്ങിയതിൻ്റെ വഴിക്ക് അപ്പു പറഞ്ഞു നമുക്ക് ഷേക്ക് കുടിക്കാൻ പോയാലോ. അങ്ങനെ ഞങ്ങൾ നേരെ തട്ടാമലയിലേക്ക് വന്നപ്പോൾ ഷേക്ക് കട ക്ലോസ് ചെയ്ത് അങ്ങനെ പിന്നെ പള്ളിമുക്കിലേക്ക് വന്നു. അവൻ പറയുന്നതിന് മുമ്പ് ഞാൻ ചടിക്കൽ പറഞ്ഞു എന്നാൽ പോയേക്കാന്ന്. അങ്ങനെ അതാ വന്നു. എനിക്കാണെങ്കിൽ അടുത്ത ദിവസം പോകേണ്ട വെക്കേഷൻ ആണല്ലോ. ദേവുവിനാണെങ്കിൽ വെക്കേഷൻ ഒന്നും ഇല്ല കേട്ടോ, അവൾക്ക് നാളെ പോകണം. അങ്ങനെ ആകെ വിഷമത്തിലിരിക്കുകയാണ് അവള്. അങ്ങനെ അതിൻ്റെ ഉറങ്ങി തൂങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഷേക്ക് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം.